പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പെൺകരുത്തിന്റെ ഒരു വാർത്തയാണ്. കേരളത്തിൽ ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങാവാൻ ഒരു പുതിയ വോളണ്ടിയർ ടീം കൂടി. സ്ത്രീകളാണ് ഈ വോളണ്ടിയർ ടീമിന് നേതൃത്വം നൽകുന്നത്. ഷീഗാർഡ് എന്നാണ് ഈ ടീമിന്റെ പേര്. കേരളത്തിൽ ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് ഇനി ഷീഗാർഡ് മുന്നിലുണ്ടാകും. ഹലോ, നമസ്കാരം. കോഴിക്കോട്ടെ റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പോകുന്നത് കോഴിക്കോട് പേരാമ്പ്രയിലേക്കാണ്. വനിതാ ലീഗിന് കീഴിൽ ഒരു പുതിയ സന്നദ്ധ സേന രൂപീകരിച്ചിരിക്കുന്നു. അതിന്റെ പേര് ഷീഗാർഡ്. അപ്പം നമ്മളുള്ളത് പേരാമ്പ്ര മേപ്പയൂരിലാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷീഗാർഡ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഷീഗാർഡിന്റെ ഉത്ഭവം. അപ്പോൾ നമുക്ക് അവരുടെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഷീഗാർഡ്. പുത്തുമല ദുരന്ത സമയത്ത് സന്നദ്ധ പ്രവർത്തനത്തിനായി, രക്ഷാപ്രവർത്തനത്തിനായി അവിടെ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. അന്ന് ഉരുതിരിഞ്ഞ ഒരു ആശയമാണ് വനിതകളെ ഉൾക്കൊള്ളിച്ച് രക്ഷാപ്രവർത്തനത്തിനും സന്നദ്ധ പ്രവർത്തനത്തിനും ഒരു ടീമിനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് ഏറ്റവും ഒടുവിൽ ഷീഗാർഡ് എന്ന് പറയുന്ന എനിക്കൊപ്പമുള്ള ഈ ചുണക്കുട്ടികളുടെ ഒരു ടീമിനെ ഫോം ചെയ്യാൻ കാരണം. ഇരുന്നൂറ്റി 16 ആളുകളാണ് ഇതിൽ വളണ്ടിയർമാരായിട്ടുള്ളത്. സെലക്ട് ചെയ്ത് സ്വയം സന്നദ്ധരായിട്ട് ഓരോ ആളുകളും വന്നത് തന്നെ. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഈ ഒരു സന്നദ്ധ സേന വളണ്ടിയർ വിങ് ഷീഗാർഡ് എന്ന പേരിൽ ഇവിടെ രൂപീകൃതമായിട്ടുള്ളത്. ഏതാണ്ട് 2024 സെപ്റ്റംബർ 17-നാണ് ആദ്യത്തെ ട്രെയിനിങ് ഞങ്ങൾ ആരംഭിച്ചത്. ദുരന്ത നിവാരണം ഉൾപ്പെടെ, അതുപോലെ തന്നെ മൃതദേഹ പരിപാലനം, റെസ്ക്യൂസ്, അതുപോലെ ഫസ്റ്റ് എയ്ഡ്, ട്രോമ കെയർ, ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി സേവന തൽപരരായ ആ ഒരു പരിശീലനം വരെ ഏറ്റെടുത്ത് വിജയിപ്പിച്ച് ഒരുപാട് ആളുകൾ ആ പരിശീലനത്തിലും പങ്കെടുക്കുകയും നല്ല രീതിയിൽ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വന്നു പേരാമ്പ്രയിൽ പുതിയ സേനാലീഗിൻ വരുന്നുണ്ട് നാടിന് നന്മകൾ ചെയ്യാനായി. സന്നദ്ധ സേന വനിതാ സന്നദ്ധ സേന വനിതാ ലീഗിൻ പിന്നിലായി അണിയായി നിരന്നു. പേരാമ്പ്ര മണ്ഡലത്തിൽ നന്മയായി പടർന്നു. 10 പഞ്ചായത്തുകളിലെ വനിതകൾ വരുന്നു. ഒരു ദുരന്ത മേഖലയിൽ, അതുപോലെ സന്നദ്ധ സേവന രംഗത്ത് കൂടുതലായും പ്രവർത്തിക്കുന്നത് പുരുഷന്മാരാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് പുരുഷന്മാരാണ്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ സ്ത്രീകൾക്കും ഈ ഒരു മേഖലയിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു തരികയാണ് ഞങ്ങൾ ഈ 216 പേരും ചെയ്യുന്നത്. ഒരു വനിതയായതുകൊണ്ട് നമുക്കൊരു ലിമിറ്റേഷനും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരാൾ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ അവിടെ കുളിപ്പിക്കാനൊന്നും ആരും ഇല്ലാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ വരെ ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മളെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. പേരാമ്പ്രയിലെ ഷീഗാർഡ് ഒരു തുടക്കം മാത്രമാണ്. ഇനിത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിക്കും. ദുരന്തമുഖങ്ങളിലും സന്നദ്ധ മേഖലയിലുമൊക്കെ തന്നെ നമുക്ക് ഈ പച്ചയണിഞ്ഞ ഷീഗാർഡിനെ കാണാൻ സാധിക്കും. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.